എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ആവേശകരമായ 4ാം പോരാട്ടത്തിന് വേദിയായത് മുള്ളൻപൂരിലെ മഹാരാജ യാദവേന്ദ്ര സിംഗ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമായിരുന്നു. പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നടന്ന ഈ മത്സരം കാണികളുടെ ശ്വാസം നിലപ്പിച്ചു കളഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഒരു ഹോളിവുഡ് ത്രില്ലറിനെ വെല്ലുന്ന യഥാർത്ഥ ഹൈ വോൾട്ടേജ് പോരാട്ടമായിരുന്നു. അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ നിമിഷവും പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു. ഒരു വശത്ത് തന്ത്രശാലിയായ ശ്രേയസ് അയ്യരും മറുഭാഗത്തെ യുവരാജാവ് ശുഭ്മാൻ ഗില്ലും കൊമ്പുകോർത്തപ്പോൾ മുള്ളൻപൂരിലെ ആകാശം ആവേശത്തിരമാലകളാൽ മുഖരിതമായി. ടോസ് നേടിയ പഞ്ചാബ് നായകൻ ശ്രേയസ് രണ്ടാമതെന്ന് ആലോചിക്കാതെ ബൌളിംഗ് തിരഞ്ഞെടുത്തു. ചുവന്ന മണ്ണുള്ള പന്തിന് നല്ല വേഗതയും ബൗൺസും ലഭിക്കുന്ന മുള്ളൻപൂരിലെ പിച്ചിലേക്ക് ഗുജറാത്തിന്റെ ഓപ്പണർമാരായ സായി സുദർശനും നായകൻ ഗില്ലും വെന്നിക്കുടി പാറിക്കാനുറച്ച് ബാറ്റുമേന്തി ഇറങ്ങി. അവർക്ക് ആ പിച്ച് ഒരു പരവതാനി പോലെയാണ് അനുഭവപ്പെട്ടത്. ആദ്യ ഓവർ എറിയാനെത്തിയ അർഷ്ദീപ് സിംഗിന്റെ മൂന്നാമത്തെ പന്തിൽ തന്നെ ലെഗ് സൈഡിലെ പുഴവ് മുതലെടുത്ത് സായി സുദർശൻ ഒരു തകർപ്പൻ ഫോറിലൂടെ ഗുജറാത്തിന് സ്ഫോടനാത്മകമായ തുടക്കം സമ്മാനിച്ചു. പഞ്ചാബിന്റെ ലോകോത്തര ബൌളിംഗ് നിരയെ ആദ്യ സ്പെല്ലിൽ തന്നെ നിസ്സഹായരാക്കുന്ന ഒരു പടുകൂറ്റൻ റൺ മഴയ്ക്കാണ് പിന്നീട് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. രണ്ടാം ഓവറിൽ ഓസ്ട്രേലിയയുടെ യുവതാരം സീവിയർ ബാട്ട്ലറ്റ് പന്തെറിയാനെത്തിയപ്പോൾ ഗിൽ തന്റെ മാന്ത്രിക കൈത്തണ്ടകളുടെ കരുത്ത് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ബാട്ട്ലറ്റിന്റെ തുടർച്ചയായ 2 പന്തുകളിൽ ഗിൽ തീർത്ത കോപ്പി ബുക്ക് ഷോട്ടുകൾ സ്റ്റേഡിയത്തെ ഗിൽ വിളികളാൽ പ്രകമ്പനം കൊള്ളിച്ചു. തീർത്തും അപകടകാരിയായി മാറിയ ഗിൽ അടുത്ത പന്തിൽ മിഡ് ഓൺ ഫീൽഡർക്ക് മുകളിലൂടെ പന്ത് അതിർത്തി കടത്തി തന്റെ ബൗണ്ടറി ഹാട്രിക് തികച്ചു. മൂന്നാം ഓവറിൽ തിരിച്ചെത്തിയ അർഷ്ദീപിനെതിരെ 142 കിലോമീറ്റർ വേഗതയിൽ വന്ന ഷോർട്ട് പിച്ച് പന്തിൽ മിന്നൽ വേഗത്തിൽ ഒരു പുൾ ഷോട്ടിലൂടെ സായി സുദർശൻ പന്ത് മിഡ് വിക്കറ്റ് ബൗണ്ടറി കടത്തി. അതേ ഓവറിന്റെ അവസാന പന്തുകളിൽ വിക്കറ്റ് കീപ്പർ പ്രഭ് സിമ്രാൻ സിംഗിന്റെ തലയ്ക്ക് മുകളിലൂടെ ഭാഗ്യത്തിന്റെ സഹായത്തോടെ ഗിൽ നേടിയ ബൗണ്ടറി കൂടിയായപ്പോൾ ഗുജറാത്തിന്റെ സ്കോർ ബോർഡ് ഒരു റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. പഞ്ചാബ് നായകൻ ശ്രേയസിന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ക്രിക്കറ്റ് അനിശ്ചിതത്വങ്ങളുടെ കളിയാണല്ലോ. 4ാം ഓവറിൽ ദക്ഷിണാഫ്രിക്കൻ അധികായൻ മാർക്കോ ജാൻസൺ പന്തെറിയാനെത്തി. തന്ത്രപരമായ ഒരു മാറ്റത്തിലൂടെ ഷോർട്ട് പന്തുകൾ പ്രതീക്ഷിച്ചു നിന്ന സായി സുദർശനെ പൂർണ്ണമായും കബളിപ്പിച്ചുകൊണ്ട് ജാൻസൺ ഒരു തീപ്പൊരി ഫുൾ ലെങ്ത് ഡെലിവറി എറിഞ്ഞു. ഡ്രൈവ് ചെയ്യാനുള്ള ശ്രമത്തിൽ പന്ത് ബാറ്റിന്റെ പുറത്തെഡ്ജിൽ തട്ടി മിഡ് ഓഫിൽ ചീറ്റപ്പുലിയെപ്പോലെ കാത്തുനിന്ന ക്യാപ്റ്റൻ ശ്രേയസിന്റെ കൈകളിൽ ഭദ്രമായി വിശ്രമിച്ചു. സായി മടങ്ങിയതോടെ സ്റ്റേഡിയത്തിൽ വീണ്ടും ജീവൻ വെച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ക്രീസിലേക്ക് നടന്നെടുക്കുന്നത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻ സാക്ഷാൽ ജോസ് ദ ബോസ് ആയിരുന്നു. വിജയ്കുമാർ വൈശാഖിന്റെ ആദ്യ പന്തിൽ തന്നെ ഒരു ക്ലാസിക് കവർ പഞ്ചിലൂടെ ബട്ട്ലർ തന്റെ വിധ്വംസക സ്വഭാവം വ്യക്തമാക്കി. വൈശാഖിന്റെ യോർക്കർ ശ്രമം വെറും ഇഞ്ചുകൾക്ക് മാളിയപ്പോൾ സൈഡ് സ്ക്രീനിന് മുകളിലൂടെ 90 മീറ്റർ ദൂരത്തേക്ക് ഒരു ഭീമൻ സിക്സർ പറത്തി ജാൻസൺ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. 10ാം ഓവറിൽ ശ്രേയസ് തന്റെ തുറുപ്പുചീട്ടായ യുസ്വേന്ദ്ര ചാഹലിനെ കളത്തിലിറക്കി. ചാഹലിന്റെ മാന്ത്രിക സ്പിന്നിൽ വലിയൊരു ഇന്നിംഗ്സിലേക്ക് കുതിക്കുകയായിരുന്ന ഗിൽ കുടുങ്ങി. ഒരു സ്ലോഗ് സ്വീപ്പിന് ശ്രമിച്ച ഗില്ലിന്റെ ബാറ്റിൽ തട്ടി ഉയർന്ന പന്ത് ഡീപ് മിഡ് വിക്കറ്റിൽ യുവതാരം കൂപ്പർ കൊണോലി വളരെ സുരക്ഷിതമായി കൈയിലൊതുക്കി. ഗിൽ മടങ്ങിയതോടെ ഗുജറാത്ത് ക്യാമ്പിൽ നിശബ്ദത പടർന്നെങ്കിലും ബട്ട്ലർ ഒട്ടും കുലുങ്ങിയില്ല. ബാട്ട്ലെറ്റിന്റെ സ്ലോവർ ബോൾ മുൻകൂട്ടി കണ്ട് വിക്കറ്റ് കീപ്പർക്ക് മുകളിലൂടെ ബട്ട്ലർ കളിച്ച അവിശ്വസനീയമായ സ്കൂപ്പ് ഷോട്ട് അദ്ദേഹത്തിന്റെ മാനസിക കരുത്തിന്റെ നീർക്കാഴ്ചയായിരുന്നു. തുടർന്ന് ക്രീസിലെത്തിയത് കില്ലർ എന്നറിയപ്പെടുന്ന ന്യൂസിലൻഡ് വെടിക്കെറ്റ് വീരൻ ഗ്ലെൻ ഫിലിപ്സ് ആയിരുന്നു. 12ാം ഓവറിൽ ചാഹലിനെതിരെ വായുവിൽ ഉയർന്ന പന്തിനെ ഒരു പടുകൂറ്റൻ 95 മീറ്റർ സിക്സറിലൂടെയും എക്സ്ട്രാ കവറിലൂടെ ഒരു ബുള്ളറ്റ് ഫോറിലൂടെയും അതിർത്തി കടത്തി ഫിലിപ്സ് പഞ്ചാബ് ക്യാമ്പിൽ വീണ്ടും പരിഭ്രാന്തി സൃഷ്ടിച്ചു. 12 ഓവർ പിന്നിടുമ്പോൾ ഗുജറാത്ത് 2-102 എന്ന അതിശക്തമായ നിലയിലായിരുന്നു. 13ാം ഓവറിൽ ബാട്ട്ലെറ്റിനെതിരെ ബട്ട്ലർ 92 മീറ്റർ സിക്സർ നേടി തന്റെ കരുത്ത് വീണ്ടും തെളിയിച്ചു. എന്നാൽ പിന്നീട് മുള്ളൻപൂരിലെ പിച്ച് അതിന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. 14ാം ഓവറിൽ വൈശാഖിന്റെ ഒരു മികച്ച സ്ലോ ഓഫ് കട്ടർ ഡെലിവറിയിൽ വമ്പനടിക്ക് ശ്രമിച്ച ഗ്ലെൻ ഫിലിപ്സിനെ ലോങ് ഓഫിൽ മാർക്കോ ജാൻസൺ അതിമനോഹരമായ ഒരു റിവേഴ്സ് കപ്പ് ക്യാച്ചിലൂടെ പുറത്താക്കി. തുടർന്നെത്തിയ വാഷിംഗ്ടൺ സുന്ദർ അർഷ്ദീപിനെതിരെ ഒരു ക്ലാസിക് കവർ ഡ്രൈവ് 4 നേടിയെങ്കിലും പഞ്ചാബ് ബൌളർമാർ പിടിമുറുക്കാൻ തുടങ്ങി. 16ാം ഓവറിൽ സ്റ്റേഡിയത്തെയാകെ നിശബ്ദമാക്കിയ ആ മാന്ത്രിക നിമിഷമെത്തി. ചാഹലിനെതിരെ ക്രീസിന് പുറത്തിറങ്ങി ലോങ് ഓണിന് മുകളിലൂടെ അതിശക്തമായ ഒരു ഏരിയൽ ഷോട്ട് കളിച്ച ബട്ട്ലറെ അതിർത്തിയിൽ വായുവിൽ പരന്നുയർന്ന സീവിയർ ബാട്ട്ലെറ്റ് ഒറ്റക്കൈയിൽ ഒതുക്കി. ഈ അവിശ്വസനീയ ഫ്ലൈയിംഗ് ക്യാച്ചോടെ ഗുജറാത്തിന്റെ സ്കോറിംഗ് അക്ഷരാർത്ഥത്തിൽ വെന്റിലേറ്ററിലായി. മത്സരം അവസാന ഓവറുകളിലേക്ക് കടന്നപ്പോൾ വിജയ്കുമാർ വൈശാഖിന്റെ സംഹാര താണ്ഡവമാണ് കണ്ടത്. 19ാം ഓവറിൽ വൈശാഖിന്റെ മാന്ത്രിക നക്കിൾ ബോളിൽ കുടുങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ ഡീപ് പോയിന്റിൽ അർഷ്ദീപിന് ക്യാച്ച് നൽകി മടങ്ങി. ഇതേ ഓവറിൽ രാഹുൽ തെവാട്ടിയക്കെതിരെ എറിഞ്ഞൊരു ബൗൺസർ അമ്പയർ വൈഡ് വിളിച്ചത് വലിയൊരു DRS നാടകത്തിന് വഴിവെച്ചു. 5 to 6 മിനിറ്റ് നീണ്ട സൂക്ഷ്മ പരിശോധനയിൽ 1.75 മീറ്റർ ഉയരമുള്ള തെവാട്ടിയുടെ തലയ്ക്ക് മുകളിലൂടെയാണ് പന്ത് പോയതെന്ന് തേർഡ് അമ്പയർ വിധിച്ചു. പഞ്ചാബിന് റിവ്യൂ നഷ്ടമായെങ്കിലും ഒട്ടും തളരാതെ വൈശാഖ് ഇതേ ഓവറിലെ അവസാന പന്തിൽ ഷാറുഖ് ഖാനെ ഒരു തീപ്പൊരി യോർക്കറിലൂടെ ക്ലീൻ ബൗൾഡ് ചെയ്തു.
3.34 എന്ന തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തോടെയാണ് വൈശാഖ് തന്റെ സ്പെൽ അവസാനിപ്പിച്ചത്. ഏറ്റവും നിർണായകമായ അവസാന ഓവർ എറിയാറെത്തിയ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് അർഷ്ദീപ് സിംഗിനെതിരെ വലിയ ഷോട്ടുകൾക്ക് യാതൊരു പഴുവും നൽകാതെ പഞ്ചാബിനെ വരിഞ്ഞുമുറുക്കി. നിശ്ചിത 20 ഓവറുകൾ അവസാനിക്കുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് 6-162 എന്ന ശരാശരി സ്കോറിൽ ഒതുങ്ങേണ്ടിവന്നു. എന്നാൽ 163 റൺസിന്റെ വെല്ലുവിളിച്ച വിജയത്തിനായി ബാറ്റ് ഇന്ത്യ പഞ്ചാബ് കിങ്സിന്റെ തുടക്കം മുള്ളൻപൂരിലെ കാണികൾക്ക് സമ്മാനിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു റോളർ കോസ്റ്റർ അനുഭവമായിരുന്നു. ഗുജറാത്ത് നിരയിലെ അതിവേഗ ബൌളർമാരായ മുഹമ്മദ് സിറാജിന്റെയും കഗീസോ റബാദയുടെയും തീപ്പൊരി പന്തുകളെ നേരിടാൻ പഞ്ചാബിനായി ക്രീസിലെത്തിയത് യുവതാരം പ്രിയാൻ ഷാരിയും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ പ്രഭ് സിമ്രാൻ സിംഗും ചേർന്നാണ്. ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ തന്നെ മുഹമ്മദ് സിറാജിനെതിരെ പോയിന്റിന് മുകളിലൂടെ ഒരു തകർപ്പൻ സിക്സർ പറത്തിക്കൊണ്ട് പ്രിയാൻ ഷാരിയ തന്റെ വരവറിയിച്ചു. സ്റ്റേഡിയം ഒന്നാകെ ആവേശത്തിൽ ആറാടിയെങ്കിലും 1.2 ഓവറിൽ ലോകോത്തര പേസർ കഗീസോ റബാദയുടെ ഷോട്ട് ബോളിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച പ്രിയാൻ ഷാരി പിഴവി. പന്തിന്റെ അമിതവേഗതയിൽ ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിലുയർന്ന പന്ത് അരങ്ങേറ്റക്കാരൻ അശോക് ശർമ്മ തന്റെ കൈകളിൽ ഭദ്രമായി ഒതുക്കി ഗുജറാത്തിന് കാത്തിരുന്ന ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. പ്രിയാൻഷ് വീണതോടെ ക്രീസിലെത്തിയത് ഓസ്ട്രേലിയൻ യുവതാരം കൂപ്പർ കൊണോലി. സിരാജിനെതിരെ മിഡ് ഓണിനും മിഡ് വിക്കറ്റിനും ഇടയിലൂടെ ഒരു ബൗണ്ടറി നേടി കൊണോലി തന്റെ അക്കൗണ്ട് തുറന്നു. എന്നാൽ പിന്നീട് മുള്ളൻപൂർ സാക്ഷ്യം വഹിച്ചത് പഞ്ചാബ് ബാറ്റർമാരുടെ ഒരു സംഹാര താണ്ഡവത്തിനാണ്. ഇന്നിംഗ്സിന്റെ 4ാം ഓവറിലെ ആദ്യ 2 പന്തുകളിൽ റബാദയെ കാഴ്ചക്കാരനാക്കി പ്രഭ് സിമ്രാൻ തുടർച്ചയായ 2 പടുകൂറ്റൻ സിക്സറുകൾ പറത്തി. ആദ്യത്തേത് കൗ കോർണറിന് മുകളിലും രണ്ടാമത്തേത് റബാദയുടെ വേഗതയെ അതിവിദഗ്ധമായി ഉപയോഗിച്ച് തേർഡ് മാനിന് മുകളിലുമായിരുന്നു. ആ ഓവർ അവിടെയും അവസാനിച്ചില്ല. റബാദയുടെ സ്ലോട്ട് ഡെലിവറി മുൻകൂട്ടി കണ്ട് ഫ്രണ്ട് ഫുട്ട് ക്ലിയർ ചെയ്ത കൊണോലി വൈഡ് ലോങ് ഓഫിന് മുകളിലൂടെ പന്ത് അതിർത്തി കടത്തി. ആ ഒറ്റ ഓവറിൽ പഞ്ചാബ് അടിച്ചുകൂട്ടിയത് 19 റൺസാണ്. 4.2 ഓവറിൽ അശോക് ശർമ്മയ്ക്ക് കൊണോലിയെ പുറത്താക്കാൻ ഒരു സുവർണ അവസരം ലഭിച്ചതാണ്. പക്ഷേ ഫോളോ ത്രൂയിൽ ഇടത്തേക്ക് ചാടി ആ റിട്ടേൺ ക്യാച്ച് ഒറ്റ കൈയിൽ ഒതുക്കാൻ അവർക്കായില്ല. ആ ജീവദാനത്തിന്റെ വില ഗുജറാത്ത് തൊട്ടടുത്ത നിമിഷം തന്നെ അറിഞ്ഞു. 4.4 ഓവറിൽ അശോകിനെതിരെ ഡീപ്പ് പോയിന്റിന് മുകളിലൂടെ കൊണോലിയുടെ വമ്പൻ സിക്സർ. പിന്നാലെ 5ാം ഓവറിന്റെ അവസാന പന്തിൽ പോയിന്റിലൂടെ പ്രഭ് സിമ്രാന്റെ ഒരു വെടിയുണ്ട കണക്കെയുള്ള ബൗണ്ടറി കൂടിയായപ്പോൾ ഗുജറാത്തിന്റെ സ്കോർ ബോർഡ് കുതിച്ചുയർന്നു. പഞ്ചാബ് ക്യാമ്പിൽ തികച്ചും ബൌളിംഗ് മണ്ടുണിയായി മാറിയെങ്കിലും ഗുജറാത്ത് ക്യാപ്റ്റൻ സ്പിന്നർമാരായ റാഷിദ് ഖാനെയും വാഷിംഗ്ടൺ സുന്ദരനെയും പന്തേൽപ്പിച്ചു. 5.2 ഓവറിൽ റാഷിദിന്റെ റോങ് റൺ തന്ത്രം മുൻകൂട്ടി കണ്ട് കൊണോലി മിഡ് ഓഫിനെ കാഴ്ചക്കാരമാക്കി അതിശക്തമായ ഒരു ഫ്ലാറ്റ് ബാറ്റ് 4 നേടി. എന്നാൽ 5.5 ഓവറിൽ വലിയൊരു ഹൈ വോൾട്ടേജ് ഡ്രാമ അരങ്ങേറി. റാഷിദിന്റെ ലെഗ് ബ്രേക്ക് പന്തിൽ സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ച പ്രഭ് സിമ്രാനെ അമ്പയർ ഔട്ട് വിധിച്ചു. സ്റ്റേഡിയം ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു. പക്ഷേ ഒട്ടും മടിക്കാതെ DRS എടുത്ത പ്രഭ് സിമ്രാന്റെ തീരുമാനം ശരിയായിരുന്നു. ബാറ്റിന്റെ ഉള്ളിൽ തട്ടിയതിനു ശേഷമാണ് പന്ത് തൈ പാഡിൽ കൊണ്ടതെന്ന് റീപ്ലേകളിൽ വ്യക്തമായി. അതോടെ അമ്പയർക്ക് തീരുമാനം തിരുത്തേണ്ടി വന്നു. ജീവൻ തിരികെ കിട്ടിയ പ്രഭ് സിമ്രാൻ കൂടുതൽ അപകടകാരിയായി. 6.3 ഓവറിൽ ഇരുവരും ചേർന്ന് 50 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തി. വാഷിംഗ്ടൺ സുന്ദരനെതിരെ 6.5 ഓവറിൽ ലോങ് ഓണിന് മുകളിലും 8.1 ഓവറിൽ വമ്പനൊരു സ്ലോഗ് സ്വീപ്പിലൂടെ സ്ക്വയർ ലെഗിന് മുകളിലുമായി പ്രഭ് സിമ്രാൻ പടുകൂറ്റൻ സിക്സറുകൾ പറത്തി. ഇതിനിടയിൽ റാഷിദിനെതിരെ 7.2 ഓവറിൽ വട്ടം കറങ്ങി വൈഡ് ലോങ് ഓഫിന് മുകളിലൂടെ കൊണോലിയും സിക്സർ നേടിയതോടെ ഗുജറാത്തിന്റെ സ്പിൻ തന്ത്രങ്ങളും പാളുകയാണെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ 9.3 ഓവറിൽ ഗുജറാത്തിന് അത്യന്താപേക്ഷിതമായിരുന്ന ആ വിക്കറ്റ് സ്പിൻ മാന്ത്രികൻ റാഷിദ് ഖാൻ തന്നെ വീഴ്ത്തി. ക്രീസിന് പുറത്തിറങ്ങി വലിയൊരു ഷോട്ടിന് ശ്രമിച്ച പ്രഭ് സിമ്രാന് ഫ്ലൈറ്റ് കണക്കുകൂട്ടുന്നതിൽ പിഴവി. എലിവേഷൻ ലഭിക്കാതെ വായുവിൽ കുതിച്ച പന്ത് നേരെ ലോങ് ഓണിൽ പ്രസിദ്ധ് കൃഷ്ണയുടെ കൈകളിൽ ഭദ്രമായി ഒതുക്കി. 24 പന്തിൽ 4 പടുകൂറ്റൻ സിക്സറുകളും ഒരു ഫോറുമടക്കം 154.17 സ്ട്രൈക്ക് റേറ്റിൽ 37 റൺസുമായാണ് ആ പോരാളി മടങ്ങിയത്. 2 വിക്കറ്റുകൾ വീണെങ്കിലും പഞ്ചാബ് ക്യാമ്പ് ഒട്ടും ഭയന്നില്ല. കാരണം ക്രീസിലുണ്ടായിരുന്നത് സാക്ഷാൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറായിരുന്നു. ക്രീസിലെത്തിയ പാടെ നേരിട്ട് 4 പന്തുകളിൽ നിന്ന് തന്നെ ഒരു സിക്സർ ഉൾപ്പെടെ 9 റൺസ് അടിച്ചുകൂട്ടി ശ്രേയസ് തന്റെ നയം വ്യക്തമാക്കി. 10.2 ഓവർ പിന്നിടുമ്പോൾ പഞ്ചാബ് 2-192 എന്ന അതിശക്തമായ നിലയിലായിരുന്നു. മറുഭാഗത്ത് കൂപ്പർ കൊണോലിയും പാറ പോലെ ഉറച്ചുനിന്നു. പിന്നീട് മുള്ളൻപൂർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന്റെയും കൂപ്പർ കൊണോലിയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത ഇന്നിംഗ്സുകൾക്കാണ്. റാഷിദ് ഖാനെയും പ്രസിദ്ധ് കൃഷ്ണയെയും യാതൊരു ദയയുമില്ലാതെ കടന്നാക്രമിച്ച് ഗുജറാത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും അക്ഷരാർത്ഥത്തിൽ തല്ലിക്കെടുത്തി. ഒടുവിൽ കാണികൾ കാത്തിരുന്ന ആ മഹാമുഹൂർത്തമെത്തി. അങ്ങനെ പഞ്ചാബ് കിങ്സ് അവിസ്മരണീയവും ആധികാരികവുമായ ഒരു മഹാവിജയത്തോടെ സീസണിൽ വരവറിയിച്ചു. ഡ്രസ്സിംഗ് റൂമിലിരുന്ന് വിജയം ആഘോഷിക്കുന്ന കോച്ച് റിക്കി പോണ്ടിങ്ങിന്റെയും ഉടമ പ്രീതി സിന്റയുടെയും മുഖത്തെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ക്യാമറകൾ ഒപ്പിയെടുത്തപ്പോൾ മുള്ളൻപൂരിലെ ആകാശം പഞ്ചാബ് ആരാധകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു. അസാധ്യമെന്ന് തോന്നിയ ഘട്ടങ്ങളെ അതിജീവിച്ച് ഗുജറാത്തിന്റെ വമ്പൻ ബൌളിംഗ് നിരയെ തകർത്തെറിഞ്ഞ് പഞ്ചാബ് കിങ്സ് നടത്തിയ ഈ ഐതിഹാസിക റൺ ചേസ് IPL 2026ലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നായി ചരിത്രത്തിൽ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.